ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾ മദ്രസയുടെ വരാന്തയിൽ സൗകര്യപ്പെടുത്തിയ ബെഞ്ചിലേക്കിരുന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടി സദസ്സ് സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹത്തായ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മീലാദ് ഫെസ്റ്റിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ചെറിയ മുഹമ്മദ് ഫൈലി ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ സദസ്സിൽ ഉപഹാര സമർപ്പണം നിർവഹിച്ച ദുബൈ ഔഖാഫിന്റെ അവിടുത്തെ ഇമാമ് കൂടിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ പ്രിയപ്പെട്ട KK അബ്ദുൾ റസാഖ് ദാരിമി ഉസ്താദ്, ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച എൻ്റെ അഭിമന്യ സുഹൃത്ത് പ്രിയപ്പെട്ട നമ്മുടെ സദർ മുഅല്ലിം വന്യരായ സയ്യിദ് അലവി മാഹിരി ഉസ്താദ് അവറുകൾ, ഈ പ്രിയപ്പെട്ട സദസ്സിൽ സന്നിഹിതരായ പണ്ഡിത ശ്രേഷ്ഠർ, നമ്മുടെ പ്രിയപ്പെട്ട ഷിആറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ, PTA കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ബഹുമാന്യരായ നമ്മുടെ മക്കൾക്ക് വിജ്ഞാനത്തിൻ്റെ മധുരം പകർന്നു കൊടുക്കുന്ന ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു അസുലഭ സുന്ദര മുഹൂർത്തം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സുവർണാവസരം. ഹബീബിന്റെ മദ്ഹ് പറയാൻ, അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ ഈ മുബാറക്കായ മജ്ലിസിലേക്ക് പല നിലക്കുള്ള സംഭാവനകൾ നൽകിയവർ, പല നിലക്കുള്ള ഒത്താശകൾ ചെയ്തവർ എല്ലാവരെയും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുള്ള രോഗികൾ, നമ്മുടെ സമൂഹത്തിൽ നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു രോഗത്തിന് ശമനം നൽകുമാറാവട്ടെ. നാം സമാധാനത്തോടെ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഫലസ്തീനിൽ, ഗസയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മരണത്തോട് മല്ലിടുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ സുരക്ഷയൊരുക്കണം തമ്പുരാനെ. അവർക്ക് നീ സമാധാനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെ നശിപ്പിക്കാൻ മുന്നോട്ട് വന്ന സയനിസ്റ്റ് ഭീകരരെ നീ നശിപ്പിക്കണം തമ്പുരാനെ. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്ന അമേരിക്കയുടെ എല്ലാ പിന്തുണയും, ആ രണ്ട് ശക്തികളെയും നീ നശിപ്പിക്കണം തമ്പുരാനെ. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു വലിയ ചേരി അണിനിരത്തുകയും ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് നേരെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ലോകത്ത് സമാധാനം നൽകുകയും ചെയ്യണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സദസ്സിന്റെ മുൻവശത്ത് ഏതാനും ചെയറുകൾ കാലിയുണ്ട്, എന്നാൽ പിൻഭാഗത്ത് നല്ല ടൈറ്റുമാണ്. ഒന്ന് മുന്നോട്ട് കടന്നിരുന്നാൽ അത് നല്ല റാഹത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് മുന്നോട്ടിരുന്ന് വൈകി വരുന്ന ആളുകൾക്ക് വേണ്ടി പുറകിലുള്ള കസാരകൾ മാറ്റിവെക്കുക. മുൻവശത്ത് നേരം വൈകി വരുന്ന ആളുകൾ മുൻവശത്ത് വന്നിരിക്കില്ല. അവർക്ക് നമ്മൾ പിറകിലുള്ള കസാരകൾ മാറ്റിക്കൊടുക്കുക. മുൻവശത്ത് പരമാവധി മുതിർന്ന ആളുകൾ മുന്നോട്ട് കടന്നു വരാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ വരുന്നുണ്ട്. എല്ലാം വലത്തെ കൈകൊണ്ട് ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ടാണ് കുടിക്കേണ്ടതും കടിക്കേണ്ടതും. ഒന്നും വിട്ടുപോകരുത്. സുന്നത്തുകൾ മുത്തുനബിയുടെ ഈ ഒരു സദസ്സിൽ സുന്നത്ത് പാലിക്കാതെ ഒരാൾ പോലും
ദയവ് ചെയ്ത് കുടിക്കരുത് എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാനുള്ള ഒരവസരമായി ഇതിനെ നാം ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ എടുത്താൽ അതിലേറ്റവും പ്രധാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഉമ്മത്ത് മുഹമ്മദ് എന്നത് ഏറ്റവും വലിയ ഒരു മഹത്വമായി നാം മനസ്സിലാക്കണം. ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ പലരും കൊതിച്ചു പോയിട്ടുണ്ട്, ഉമ്മത്ത് മുഹമ്മദിൽ പെട്ടാൽ മതിയായിരുന്നു എന്ന്. അവർ നബിമാരാണ്, പക്ഷെ അവരാഗ്രഹിച്ചു ഉമ്മത്ത് മുഹമ്മദിൽ ചേർന്നിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ സൗഭാഗ്യമെന്നവർ കൊതിച്ചു പോയിട്ടുണ്ട്. അതൊരു വലിയ തൗഫീഖാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചതിന് പിന്നിൽ ഒരു വലിയ താളം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഭൂമിയെ പടക്കുന്നതിന് മുമ്പ്, ആകാശത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു അവന്റെ അർശ്, കുർസി, ലൗഹ്, ഖലം എല്ലാം പടക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു പടച്ചത് അഷ്റഫായ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്, തിരുനൂറ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ദിവ്യ പ്രകാശത്തെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി പടക്കുന്നത്. അപ്പോൾ ഒന്നാമൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തിരുനൂറ് അള്ളാഹു പടച്ചു. അള്ളാഹുവും മുസ്തഫായ നബി തങ്ങളുടെ നൂറും മാത്രമുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് പ്രണയത്തിന്റെ ഒരു വല്ലാത്ത കാലമാണ്. അള്ളാഹുവും അള്ളാന്റെ ഹബീബിന്റെ നൂറും തമ്മിലുള്ള പ്രണയം കൈമാറിയ ഒരു വല്ലാത്ത അത്ഭുതകരമായ ഒരു സാഹചര്യം. പിന്നീട് അള്ളാഹു തീരുമാനിക്കുകയാണ് ഈ നൂറിനെ വെളിപ്പെടുത്തണം. ഈ നൂറിനെ ആളുകൾ മുഴുവൻ, ഒരുപാട് ആളുകൾ പ്രശംസിക്കണം, എല്ലായിടങ്ങളിലും ഈ നൂറിനെ അറിയപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പോലും അതിനു വേണ്ടി പടക്കുകയാണ്. ആകാശം, ഭൂമി, അതിനിടയിലുള്ള സകല ചരാചരങ്ങളും അള്ളാഹു പടക്കുന്നത് അതിന്റെ പിന്നിൽ മുസ്തഫായ നബി തങ്ങളുടെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുക എന്നതായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് കാണാം. എല്ലാ തഫ്സീറുകളും നോക്കിയാൽ ആ തഫ്സീറുകളിൽ അതിന്റെ വ്യാഖ്യാനമുള്ളത് ഫിൽ അദാനി വൽ ഇഖാമതി വൽ ഖുതുബതി വസ്സലാത്തി വഗൈരിഹാ. ബാങ്കിലുണ്ട്, ഇഖാമത്തിലുണ്ട്, ഖുതുബയിലുണ്ട്, നിസ്കാരത്തിലുണ്ട്, അതല്ലാത്തതിൽ മുഴുവനുണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അങ്ങനെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ് തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ പ്രകാശ ഗോപുരത്തെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. അതിനാരെങ്കിലും കണ്ണ് കടിച്ചിട്ട് കാര്യമല്ല. നിങ്ങൾ എന്താ ഈ റബീഉൽ അവ്വലാകുമ്പോ റസൂലുള്ളാഹിനെ വല്ലാണ്ട് പൊക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. റബീഉൽ അവ്വലിൽ എന്നല്ല, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഹബീബായ തിരുദൂതർ കടന്നു വരും. ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നു, വലത്തെ കൈകൊണ്ട് അത് ഹബീബ് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഭക്ഷണം ബിസ്ക്കറ്റ് നമ്മൾ കടിക്കുന്നതിന് മുമ്പ് ഒരു ബിസ്മി ചൊല്ലി, അത് എന്റെ ഹബീബാണ് എന്നെ ആ നന്മയെ പഠിപ്പിച്ചത് തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം
ഹബീബ് നമ്മെ പഠിപ്പിച്ചു. പഠിപ്പിക്കാതെ ഒന്നുമേ കടന്നുപോയില്ല. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ഒന്നുമില്ലെങ്കിൽ അൽഹംദുലില്ലാ, ഉറക്കിൽ നിന്ന് ഉണരാൻ അവസരം നൽകിയ അല്ലാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പ്രഭാതം. അങ്ങനെ പ്രഭാതം ആരംഭിക്കാൻ പഠിപ്പിച്ചത് തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂമിലേക്ക് പോകും. സ്വാഭാവികമായും രാത്രി ഒരുപാട് സമയം കിടന്നുറങ്ങിയവരാ. എഴുന്നേറ്റാൽ ഒന്ന് വാഷ്റൂമിൽ പോകും. ബാത്റൂമിലേക്ക് പോകുമ്പോ തല മറക്കാൻ പഠിപ്പിച്ചു, ചെരുപ്പ് ധരിക്കാൻ പഠിപ്പിച്ചു, ഇടത്തെ കാല് വെച്ച് പ്രവേശിക്കാൻ പഠിപ്പിച്ചു, പ്രത്യേകമായ അദ്കാറുകൾ പഠിപ്പിച്ചു. എല്ലാം മനുഷ്യന്റെ നന്മക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിക്കുകയാണെങ്കിൽ പോലും വലതുഭാഗത്ത് ആദ്യം വെള്ളമൊഴിക്കണം. ഷവറിലാണല്ലോ ഇന്നത്തെ കുളി. നേരെ തലന്റെ മുകൾക്ക് ഷവർ തുറക്കരുത്. ആദ്യം നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗം ഷവർ തുറന്ന് നനയ്ക്കുക. അത് ഹബീബ് മുസ്തഫായ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ച തിരുവഴി. പിന്നെ ഇടതുഭാഗം. എല്ലാ വിഷയത്തിലും നല്ല കാര്യം മുഴുവൻ ചെയ്യുമ്പോൾ വലത്തേതിനെ മുന്തിക്കുക. അത് മുസ്തഫായ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ച മാർഗം. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അധ്വാനിക്കാൻ പോകുന്നു. അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചത് തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ആവാൻ പാടില്ല. ഒരാൾ വന്ന് ചോദിച്ചില്ല, ഒരു യാചന, വല്ലതും തരണേ. നബി തങ്ങൾ ചോദിച്ചു, നിന്റെ കയ്യിൽ ഒന്നുമില്ലേ? ഒന്നുമില്ല. അപ്പൊ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ഒന്നുമില്ല? അവൻ പറഞ്ഞൊരു പുതപ്പുണ്ട്. എന്നാ പോയിട്ട് ആ പുതപ്പ് കൊണ്ടുപോവാ. ആ പുതപ്പിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പുതപ്പിനെ നബി തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാ, ആരാണ് ഇതിന് വില നൽകുക? അത് വിൽക്കുക നബി തങ്ങള്. ലേലം വിളിക്കാതൊക്കെ വേണമെങ്കിൽ പറയാ. ആരാണ് ഇതിന് വില നൽകുക? ഒരാൾ ഒരു ദിർഹം പറഞ്ഞു. ഒരു റിയാലോ ദിർഹമോ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ ആര് തരും? മറ്റൊരാൾ 2 ദിർഹം പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന് അത് കൈമാറി. എന്നിട്ട് ആ 2 റിയാൽ വാങ്ങുന്നു. 1 റിയാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു പറയുന്നു, കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കും. മറ്റേ റിയാലിന് പണത്തിന്റെ പകുതി അത് ഉപയോഗിച്ച് നീ ഒരു മഴു വാങ്ങിയിട്ട് വാ. തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടിക്കലായ ഒരു മുഅല്ലിമായി മാറുകയാ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ലളിതമായി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഞാൻ, മുഅല്ലിമാണ് ഞാൻ എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞവരാണ് തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മഴു വാങ്ങി വരാൻ പറഞ്ഞു. അതിന് ത്വഹ തങ്ങൾ തന്നെ താഴി വെച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാതെയും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ആ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു പറയാണ്, നീ യാചിക്കരുത്, അധ്വാനിച്ച് ജീവിക്കണം. അദ്ദേഹം കാട്ടിൽ പോകുന്നു, വിറക് വെട്ടുന്നു, വിറക് വിൽക്കുന്നു, മാന്യമായി ജീവിക്കുന്നു. ആരാന്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ചില്ല. അധ്വാനിച്ച് ജീവിക്കണമെന്ന് സകലരോടും കൃത്യമായി ഓർമ്മപ്പെടുത്തി ലോകത്തിന്റെ തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു തൊഴിലാളി ഒരാളെ ജോലിക്ക് വിളിച്ചാൽ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അയാൾക്കുള്ള കൂലി നൽകണം എന്നും പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിന് ആവശ്യമായ കൃത്യമായ ലക്ഷ്യബോധത്തെ സമ്മാനിക്കുകയായിരുന്നു തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്ത് ഉറക്ക ചൊല്ലിയേ. സല്ലല്ലാഹു, ഇത്ര ആളുണ്ടായിട്ട് ശബ്ദം പോരാ. സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ വഅലിന്റെ മജ്ലിസ് ഉണ്ടാകുമായിരുന്നു. അന്ന് ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈമാൻ, ഹബീബായ മുത്തുനബിയോടുള്ള ഹുബ്ബ് ആളുകളുടെ ഖൽബിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്.
ഇന്ന് വഅളൊക്കെ പോയി, ഇന്ന് അങ്ങനത്തെ മജ്ലിസുകളൊക്കെ പോയി, ക്ലാസ്സുകൾ വർദ്ധിച്ചു, വഅളുകളൊക്കെ പോയി, പല നന്മകളും നമുക്ക് കൈമോശം വന്നുപോയി. മുസ്തഫായ നബി തങ്ങളോടുള്ള കണക്ഷനിൽ ചില കുറവുകൾ എവിടെയൊക്കെയോ നമുക്ക് സംഭവിച്ചു. അതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണവും. അല്ലാഹു സലാമത്ത് നൽകട്ടെ. തിരിച്ചു പിടിക്കണം പഴയകാല നന്മകളെ, പഴയകാല നന്മകളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം. അതിന് കമ്മിറ്റി കൂടേണ്ട കാര്യമില്ല, അതിന് മറ്റൊരാൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വയം തീരുമാനിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ മുസ്തഫായ നബി തങ്ങളുടെ 1500ാമത്തെ ജന്മദിനത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നാം എടുക്കുന്ന ഒരു തീരുമാനം, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ മുസ്തഫായ നബി തങ്ങളെ ഞാൻ ഇത്തിബാ ചെയ്യും, ഞാൻ പിൻപറ്റും എന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മറ്റൊരാളെയും സമ്മതം വേണ്ട, നമുക്ക് സ്വയം അങ്ങ് തീരുമാനം എടുത്താൽ മതി. മറ്റുള്ള തീരുമാനങ്ങളൊക്കെ വരാൻ കുറേ കാലെടുക്കും, കുറേ സമയമെടുക്കും. കമ്മിറ്റിക്കാർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് ഞാൻ. പലപ്പോഴും അവരോട് ഞാൻ പറയലുണ്ട്, ഒരു കാര്യം നടപ്പാക്കാൻ ആഗ്രഹമുണ്ടോ എന്നാ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും കൂടുക, ആ ഒരു ഒഫീഷ്യൽ ടീം ഉണ്ടാവൂലേ, അവർ വേഗം ഒന്ന് കൂടുക, തീരുമാനിക്കുക, നടപ്പാക്കുക. ഇനി കുറച്ച് ആക്കത്തിൽ നടന്നാൽ മതി, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടോ എന്നാൽ പിന്നെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുക, അതിൽ അജണ്ട വെക്കുക, ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ചിച്ച് കുറച്ച് ആക്കത്തിൽ നടപ്പാവും. ഇനി തീരെ ആ സംഗതി നടക്കണ്ടെന്നാണോ പൂതി, എന്നാൽ ജനറൽ ബോഡിയിലേക്ക് വെക്കുക, എന്നാൽ പിന്നെ അത് തീരുമാനമായി കിട്ടും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഫോളോ ചെയ്യുമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്കൊരു റോൾ മോഡലായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു പോകാം. മാതൃകയാക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയില്ല, പക്ഷെ പറഞ്ഞതിന്റെ പുണ്യം കൊണ്ട് ഈ സദസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മുത്തുനബിയെ എല്ലാ നിലയിലും ഫോളോ ചെയ്തവരായിരുന്നു, കൂടെ ജീവിച്ചവരാ, കൂടെ നടന്നവരാ, ഒരുപാട് അവസരം ലഭിച്ചവരാ. ഒരു വേള നബിതങ്ങൾ ഇല്ലാത്ത മദീന, മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തേക്ക് കുതിരയെ ഓടിച്ചു പോവുകയാ. അപ്പോൾ കൂടെ പല ആളുകളുമുണ്ട്. അവരുടെ ഒട്ടകം അല്ലെങ്കിൽ കുതിര, അവർ സഞ്ചരിക്കുന്ന വാഹനം പോകേണ്ട വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. കൂടെയുള്ളവർ പറഞ്ഞു വഴി തെറ്റിയിട്ടുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. എന്നിട്ട് യൂട്ടേൺ അടിച്ചു, തിരിച്ചിങ്ങോട്ട് തന്നെ. എന്നിട്ട് ഇവർ പറഞ്ഞ വഴിക്ക് പോയി. അപ്പൊ ഈ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇതല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ് വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഒരിക്കൽ യാത്ര ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ത്വാഹ തങ്ങൾക്ക് വഴി തെറ്റി. നബി തങ്ങൾ അവിടം വരെ പോയി തിരിച്ചു വന്നു, എന്നിട്ടാ പോയത്. അതിനുശേഷം ഈ വഴിയിൽ ഞാൻ പോകുമ്പോ അവിടം വരെ ചെന്ന് പിന്നെ ഇങ്ങോട്ട് മടങ്ങി വന്നാണ് ഞാൻ സഞ്ചരിക്കാറെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അതൊരു ഇത്തിബാഅാണ്. അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ ലെവലിൽ ചിന്തിച്ചാൽ കിട്ടൂല. പക്ഷെ അതിനൊരു ആത്മീയമായ അനുഭൂതിയുണ്ട്. മറ്റൊരിക്കൽ ഒരു വഴിക്ക് ഇങ്ങനെ പോവുക, ഒട്ടകപ്പുറത്തുള്ളത്, തലയങ്ങ് താഴ്ത്തി ഒട്ടകം മുന്നോട്ട് പോയി, തല പൊക്കി. അപ്പൊ ആളുകൾ ചോദിച്ചു, പ്രത്യേകിച്ച് അവിടെ തല താഴ്ത്താനൊന്നും കണ്ടില്ല, എന്തേ അങ്ങ് തല താഴ്ത്തിയത്? അവിടുന്നുള്ള മറുപടി, അന്നൊരിക്കൽ ത്വാഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. നമ്മളിപ്പോഴും പല തർക്കത്തിലാ. അന്ന് ചില തർക്കം ഉണ്ടായിരുന്നു, അത് രസമുള്ള ഉപകാരമുള്ള തർക്കമായിരുന്നു. ഇപ്പൊ അനാവശ്യമായ തർക്കങ്ങളാ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമങ്ങളിൽ എത്ര രോമമാണ് നരച്ചത്? സ്വഹാബത്തിനിടയിൽ തർക്കാണ്. 16 പറഞ്ഞോലുണ്ട്, 17 പറഞ്ഞോലുണ്ട്, 18 പറഞ്ഞോലുണ്ട്, മാക്സിമം 20 വരെ എണ്ണിയവരുണ്ട്. താടി രോമങ്ങളിൽ നരച്ച രോമങ്ങളുടെ എണ്ണത്തിന്റെ പേരിൽ സഹാബത്ത്
അതിൽ ചർച്ച. എത്ര താടി രോമ നരച്ച്. ഔ, അവിടുത്തെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിന്റെ വിഷയത്തിൽ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. കാലിന്റെ വിഷയത്തിലല്ല, അവിടുത്തെ ചെരുപ്പിന്റെ വിഷയത്തിൽ പോലും ലോകത്ത് കിതാബുകൾ നഅ്ലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ കിതാബുകൾ രചിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ചിത്രം പോലും ആദരവിന്റെ ഭാഗമായി, ഇക്റാമിന്റെ ഭാഗമായി തലേക്കെട്ടിന്റെ തൊപ്പിയുടെ മുകളിൽ വെച്ച് അത് തലയിൽ വെച്ച് ഒരു ബർക്കത്തെടുക്കുന്ന ശൈലി പോലും ലോകത്ത് നിലവിലുണ്ട്. ഹബീബായ മുസ്തഫായ നബി തങ്ങളോടുള്ള മഹബത്തിന്റെ വിവിധ ശൈലികളാണ്. നമ്മൾ തർക്കിക്കുന്ന പോലെയുള്ള തർക്കങ്ങളല്ല. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും സ്നേഹിച്ചവരാ. ആ സ്നേഹത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പറഞ്ഞതിന്റെ പുണ്യം ലഭിച്ചാലോ? മലയാളക്കരക്ക് പ്രിയപ്പെട്ട ഗുരുനാഥൻ, സൂഫി മാർഗത്തിൽ മലയാളികളേറെ ഇഷ്ടപ്പെട്ട മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അത്തിപ്പറ്റ ഉസ്താദിനെ ഇത്തിബാ പറയുമ്പോൾ നമ്മൾ ഓർത്തു പോവുകയാണ്. അടുത്ത കാലത്ത് നമുക്ക് കാണാൻ അല്ലാഹു അവസരം നൽകിയ മഹാന്മാരിൽ ഒരാളായിരുന്നുവല്ലോ അത്തിപ്പറ്റ ഉസ്താദ്. UAE-യിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അറിയാം. അന്നൊക്കെ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അൽ ഐൻ എന്നാണ് പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത്തിപ്പറ്റ ഉസ്താദ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അൽ ഐനിൽ പോയി ഉസ്താദിനെ കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത്, 10-20 വർഷങ്ങൾക്ക് മുമ്പ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അവിടുത്തെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. സുന്നത്തിനെ പഠിപ്പിക്കുന്നതിൽ മലയാളി സമൂഹത്തിന് അള്ളാഹു സമ്മാനിച്ച അപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു. സമയം അടുക്കുകയാണ്. റബീഉൽ ആഖിർ 11 അവിടുത്തെ റൂസാണ്. പല മഹാന്മാരും വിടവാങ്ങിയത് ആ ജീലാനി ദിനത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദൊക്കെ ഭക്ഷണ കാര്യത്തിലാണ് പ്രത്യേകിച്ചും കൂടെ നടക്കുന്നവരെ എപ്പോഴും സാരോപദേശം നൽകും. ആ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുബഹിക്ക് മഗ്രിബിനൊക്കെ ജമാഅത്ത് കഴിഞ്ഞാൽ അവിടെ ഹദീസിന്റെ ക്ലാസ് ഉണ്ടാവും. ഉസ്താദിന്റെ ചെറിയൊരു ദുആ ഉണ്ടാവും. ഉസ്താദിന്റെ ചെറിയ നസീഹത്ത്, ആരോഗ്യമുള്ള കാലത്ത് ഉസ്താദിന്റെ നസീഹത്ത് ഉണ്ടാവും. ആരോഗ്യം കുറഞ്ഞ സമയത്ത് ഉസ്താദ് ആ മജ്‌ലിസിലുണ്ടാകും. മറ്റാരെങ്കിലും നസീഹത്ത് പറയും. ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ദ്വാരപ്പിക്കും, ചിലപ്പോൾ ഉസ്താദ് ദ്വാരക്കും. എത്ര ശാന്തമായി നമുക്കിടയിൽ ജീവിച്ചു. അബ്ദുള്ള മുസ്ലിയാരെ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മഹത്തുക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നേരിൽ കാണാനും ജീവിതത്തിൽ അനുഭവിക്കുവാനും അവസരം ലഭിച്ചവരാണ് ഈ നാട്ടുകാർ. സാത്വികരായ ഉലമാക്കൾ കൈമാറിയ ഒരുപാട് പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. കെടാതെ ആ വിളക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഭക്ഷണം വേസ്റ്റാക്കി കളയരുത് എന്ന് പഠിപ്പിച്ച മഹാൻ അത്തിപ്പറ്റ ഉസ്താദ്. തളികയിലാ ഭക്ഷണം കഴിക്കുക, ഒറ്റക്ക് പ്ലേറ്റിൽ കഴിക്കുന്ന ശീലല്ല. നിലത്തിരുന്ന് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും. അവസാനം ഇങ്ങനെ വടിച്ച് കഴിക്കണം. ഒന്നും ബാക്കി കാണാൻ പാടില്ല. ഇൻ കേസ് നമ്മളെ പ്ലേറ്റിലെങ്ങാനും കറിയുടെ അംശമോ മറ്റോ ബാക്കിയായാൽ നമ്മൾ എഴുന്നേറ്റ് പോയാലും ഉസ്താദ് ചിലപ്പോ ആ പ്ലേറ്റ് കഴുകി കുടിക്കും. യാ അല്ലാഹ്, ആരായിരുന്നു മഹാനവറുകൾ? തർക്കങ്ങൾക്കൊന്നും അവർ അവസരം നൽകിയില്ല ജീവിതത്തിൽ. അങ്ങനെ എത്ര മഹത്തുക്കൾ. വാവാട് ഉസ്താദ് നമ്മുടെ നാടിന്റെ പരിസരത്തല്ലേ മഹാനവറുകൾ ജീവിച്ചു പോയത്. അടുത്ത കാലത്ത് നമുക്ക് കാണാൻ അല്ലാഹു അവസരം നൽകിയ മഹാന്മാർ എത്ര പേർ. അവരൊക്കെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഒരു മാർഗം മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഒരു സ്നേഹ വഴിയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നു. നമ്മോട് വഴി നടക്കാൻ പറഞ്ഞു. നമ്മൾ അതിനെ ഫോളോ ചെയ്താൽ നമുക്ക് വിജയിക്കാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്.
ഖുൽ നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കും. എളുപ്പമുള്ള പണിയാ. വലിയ ഒരു രീതി ആലോചിച്ച് നോക്കിയേ. അള്ളാനോട് മഹബത്തുണ്ടോ, അള്ളാനോട് ഇഷ്ടമുണ്ടോ, റസൂലുള്ളാനെ പിൻപറ്റിയ, റസൂലുള്ളാനെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ സ്നേഹ വഴിയിലാണ് നാം പ്രവേശിക്കേണ്ടത്. നമ്മുടെ ജീവിതം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടണം. നമ്മുടെ ജീവിതം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടണം. ഇന്ന് നാം കാട്ടിക്കൂട്ടുന്നതൊക്കെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നതാണോ? അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, കാലുകൊണ്ട് നടക്കുന്നത്, കൈകൾ കൊണ്ട് ടൈപ്പ് ചെയ്ത് വിടുന്നത് അധികവും ഫിത്നയായി മാറിയ ഒരു കാലത്താണ്. അല്ലേ? പടച്ചോനെ, അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുത്തുനബിയുടെ സ്നേഹ വഴിയെ നമ്മൾ ജീവിതത്തിലേക്ക് പിൻപറ്റുക. ഒരിക്കൽ ഒരു രസകരമായ സംഭവം. ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നു. ആ ഭാഗത്തേക്ക് സിദ്ദീഖ് തങ്ങൾ വന്നു, ഉമർ തങ്ങൾ വന്നു, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ, 4 ആളുണ്ട്, മുത്തുനബിയും. ഈ 5 ആളും മാത്രം. നബി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണം. ഒറ്റ ചോദ്യം 4 പേരോടും. 4 പേരും വ്യത്യസ്തമായ മറുപടി. നമുക്ക് വേണ്ടതെല്ലാം അതിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം അലിയാർ തങ്ങൾക്കാണ് അവസരം. അലിയാർ എന്നവരെ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? അലിയാർ തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടലാണ്. അള്ളാന്റെ ദീനിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ പോരാടുക, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൊതിക്കുന്നത്, ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെയാളോട്, സയ്യിദുനാ ഉസ്മാൻ തങ്ങളോട്, ഉസ്മാൻ എന്നവരെ, എന്താണ് അങ്ങ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഉസ്മാൻ തങ്ങളുടെ മറുപടി, പാവങ്ങളെ സഹായിക്കുക. അതവരെ ജീവിതം നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ അവരെ ജീവിതത്തിൽ കാണാൻ പറ്റും. പാവങ്ങളെ സഹായിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും ആഗ്രഹിച്ചത്. പണം ചെലവാക്കിയാലും കഴിച്ചിലാവും, ഒരു തർക്കമില്ല. സ്വർഗം വില കൊടുത്തു വാങ്ങാൻ അവസരം ലഭിച്ച മഹാന്മാരുണ്ട്. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പലരും അതിസമ്പന്നരായിരുന്നു. പണം ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്ലാമിലില്ല. പണം ഉണ്ടാവാം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് മാത്രം. പണമുണ്ടാവാം, പണം നല്ലതാണ്, പക്ഷെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീക്ക് വേണം. അതില്ലെങ്കിൽ സമ്പത്ത് നാശമാണ്. മുത്തുനബി ഭയപ്പെട്ടതാണ്, എൻ്റെ ഉമ്മത്തിന് വരുന്ന ഫിത്ന സമ്പത്ത് അധികരിക്കലാണ് എന്ന് ഭയപ്പെട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സ്വലാത്തും കൂടി ചൊല്ലിയാലോ? ബിഫദ്ലി സ്വല്ലല്ലാഹു. പോരാ പോരാ പോരാ, ഒന്നെല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? വിഷമാകുമോ? വയസ്സുള്ളവരൊക്കെ ഇരുന്നോളൂ, അല്ലാത്തവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊരു 3 സ്വലാത്ത് റാഹത്തിൽ. പ്രായമുള്ളവർക്ക് ഇരിക്കാം, ബുദ്ധിമുട്ടാവേണ്ടതില്ല. ഒരു 3 സ്വലാത്തില്ലേ? സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ.
ഒരു മലക്കുണ്ട്, പ്രത്യേകമായ ആ മലക്കിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹബീബായ ത്വാഹ തങ്ങളുടെ മേൽ ആരാണ് സ്വലാത്ത് ചൊല്ലുന്നത്, ആരാണ് സലാം പറയുന്നത്, നേരെ മദീനയിൽ ചെന്ന് ഹബീബിന്റെ റൗളയുടെ അരികിൽ ചെന്നുകൊണ്ട് ഹബീബിനോട് വർത്തമാനം പറയും. ഇന്നാലിന്ന നാട്ടിലെ ഇന്നയാളുടെ മകൻ അല്ലെങ്കിൽ ഇന്നയാളുടെ മകൾ, ഇന്നവൾ, ഇന്നവൻ നബിയേ അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു. ത്വാഹ തങ്ങളോട് ചെന്ന് പറയും. ആ തിങ്കൾ ഒന്ന് സലാം മടക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ധന്യമായി. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മുസ്തഫായ നബി തങ്ങൾ നമ്മുടെ സലാം ഒന്ന് മടക്കി കിട്ടണം. ഈ സദസ്സ് അതിനൊരു സബബായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്തത് ഉമർ തങ്ങളോടാണ്. ഉമർ എന്നവരെ, അങ്ങ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? ഉമർ തങ്ങളുടെ മറുപടി, അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, തിന്മ കൊണ്ട് വിരോധിക്കലാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊരു ലെവലാണ്. ഉമർ തങ്ങൾ വേറൊരു ലെവലാണ്. വഫാത്തായി കിടക്കുന്ന മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് ആര് എൻ്റെ പുന്നാര നബി തങ്ങൾ വഫാത്തായി എന്ന് ആരടാ പറയുന്നത്? അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് വാളൂരി പിടിച്ച നേതാവാണല്ലോ പ്രിയപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. അത് മഹബത്തിന്റെ വേറൊരു തലമാണ്. അവിടെയും ആശ്വസിപ്പിക്കാൻ, നേരെ കൊണ്ടുവരാൻ കടന്നു വന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം സിദ്ദീഖ് എന്നവരോടാണ്. അല്ലയോ സിദ്ദീഖ് എന്നവരെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? മുത്തുനബി തങ്ങളോട് സിദ്ദീഖ് എന്നവർ മറ്റൊന്നും ആലോചിക്കാത്ത മറുപടി, നബിയേ അങ്ങയുടെ മുഖത്ത് നോക്കി ഇരിക്കലാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൊതിക്കുന്നത് അങ്ങയുടെ മുഖത്ത് നോക്കി ഇരിക്കലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതാണ് സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ. മുസ്തഫായ നബി തങ്ങളോട് ഇഷ്ടമുണ്ടാവുക, ഹബീബിനെ മനസ്സിൽ കൊണ്ടുവരിക, ഹബീബിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. എല്ലാത്തിലും ഹബീബ്. പൂർവ്വ വിദ്യാർത്ഥികളാണല്ലോ, അധികവും കല്യാണം കഴിഞ്ഞ ആളുകളാണല്ലോ, കുടുംബ ജീവിതം നയിക്കുന്നവരാണല്ലോ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഹബീബായ മുസ്തഫായ നബി തങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചാലോ? എങ്ങനെയാവണം ഒരു ഭാര്യ, ഒരു ഭർത്താവ് പരസ്പരം കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്? അവിടെയും മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പറയാറുണ്ട്, ഞങ്ങൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു തരാറുണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി തങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അൽ അത്തർ വന്നിസാ, അല്ലേ? സുഗന്ധം നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. തൻ്റെ ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിക്കലും ഹബീബേറെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കുക? നമ്മളെ നാട്ടിലെ പലർക്കും പറ്റാതെ പോകുന്ന അതാ. സംഗതി വലിയ നേതാവാവും, കമ്മിറ്റി മെമ്പറാ, PTA മെമ്പറാണ്, കമ്മിറ്റി മെമ്പറാണ്, നാട്ടിലെ രാഷ്ട്രീയത്തിലുണ്ട്, സംഘടനയിലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പലതുണ്ട്. തിരക്കാണ്. തിരക്കായപ്പോ എന്താ സംഭവിച്ചത്? തിരക്കായപ്പോ നാട്ടുകാരെ കാര്യമൊക്കെ നോക്കി, കെട്ടിയോളെയും കാര്യം നോക്കാൻ ഒഴിവുണ്ടായില്ല. അതാ പറ്റി. കെട്ടിയോളെയും കുട്ടിയോളെയും കാര്യം നോക്കാൻ ഒഴിവുണ്ടായില്ല. എത്രയോ ആളുകൾ പരാജിതരാണ്, ദാമ്പത്യ ജീവിതത്തിൽ പരാജിതരാണ് പല ആളുകളും. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മാതൃകയായി നമുക്ക് കൊണ്ടുവരാം ഹബീബായ തിരുനൂർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിക്കുമായിരുന്നു. അടുക്കള വേലയിൽ പോലും നബി തങ്ങൾ സഹായിക്കുമായിരുന്നു. പെണ്ണുങ്ങൾ കേട്ടാ, തൽക്കാലം കേൾക്കണ്ട. പൊന്നാർ ഉസ്താദ് നിങ്ങൾ ഇടങ്ങേറുണ്ടാക്കല്ലേ, നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനാണ്, നിങ്ങൾ ഞങ്ങൾ പണി തന്നു പോവല്ലേന്നാ. മുസ്തഫായ നബി തങ്ങളോട് സ്നേഹമുണ്ടോ എങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കണം, അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. മുസ്തഫായ നബി തങ്ങൾ വീട്ടിലെ വേലകളിൽ പോലും ഭാര്യമാരുടെ കൂടെ നിൽക്കുമായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടുത്തെ വീട്ടിലെ ചെരുപ്പ് തുന്നുന്ന വിഷയത്തിൽ പോലും, വസ്ത്രം തുന്നുന്ന വിഷയത്തിൽ പോലും അതൊന്നും ഇന്നത്തെ തലമുറക്ക് മനസ്സിലാവില്ല. വസ്ത്രം തുന്നലൊക്കെ പിന്നെയും കുറച്ചൊക്കെ ആളുകൾക്ക് അനുഭവം ഉണ്ടാവും, നന്ന പഴയതല്ലാത്ത ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. വസ്ത്രം തുന്നുക അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തുന്നിയ വസ്ത്രം ധാരാളം ധരിച്ചവരാ. ഇപ്പൊ കീറലൊരു ഫാഷനാണല്ലേ, പുതിയ വസ്ത്രം വാങ്ങിയിട്ട് അത് കീറലാണ്. ഇപ്പൊ അതാണ് ഫാഷൻ. ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, കാൽമുട്ട് തൊടന്റെ അടുത്തൊക്കെ അത് വലിയ കീറല, അതിപ്പോഴത്തെ ഫാഷനാണത്രേ. ലാ ഹൗല വലാ ഖുവ്വ, വല്ലാത്തൊരു ഫാഷൻ തന്നെ. അവിടെയും ഇവിടെയും കീറുക, അത് കീറിയിട്ട് നടക്കുക, ഇപ്പോഴത്തെ ഫാഷനാണ്. വല്ലാത്തൊരു സമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം അറിയണം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കും, ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കും. ഏറ്റവും ഇഷ്ടമായിരുന്നു ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. മുത്തുനബി തങ്ങൾക്ക് സ്നേഹത്തിന്റെ എല്ലാം പകർന്നു കൊടുത്തത് അവിടുത്തെ പ്രിയതമയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. മക്കയിൽ കുഫാറുകൾ കഅബാലയത്തിന്റെ അകത്ത് പോലും ബിംബങ്ങൾ കൊണ്ടുവച്ച് ആരാധനകൾ തുടങ്ങിയ കാലം വല്ലാത്ത വേദന മനസ്സിൽ. കഅബാലയത്തിന്റെ അകത്ത് പോലും ബിംബങ്ങൾ നിറച്ചുകൊണ്ട് ആരാധിക്കുന്നത് കണ്ട് മനസ്സ് വിഷമിച്ചു. ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ അതാ നബി തങ്ങൾ ധ്യാനത്തിൽ കഴിയുകയാ. ജബലുന്നൂർ പർവ്വതം, ഹിറാ ഗുഹ കണ്ടവരാണ് ഇക്കൂട്ടത്തിൽ പലരും, ആ മല കയറിയവരാണ് പലരും. ഇന്ന് കയറാൻ റോഡുണ്ട്, നടക്കാൻ നല്ല സ്റ്റെപ്പുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് 55 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ 2 നേരം ഓരോ ദിവസവും ഭക്ഷണവുമായി ആ കുന്നിൻ മുകളിൽ കയറുമായിരുന്നു. സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. തിരിച്ച് ഭർത്താവിനോടുള്ള സ്നേഹം അത് മനസ്സിലാക്കണം പെണ്ണുങ്ങളെ. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു പോയാൽ ഞങ്ങൾ കച്ചറാവും. ഭർത്താവിനെ അങ്ങനെ സ്നേഹിക്കണം, അവൻ ഭർത്താവ് ഇങ്ങോട്ട് സ്നേഹിക്കും ഇൻഷാ അല്ലാഹ്. ഖദീജ ബീവി വല്ലാത്ത വലിയ ഹുവൈലിദിന്റെ മകളാണ്, പണക്കാരിയാണ്, സമ്പത്തിന്റെ എല്ലാ അവസ്ഥയും അനുഭവിക്കുന്നവരാ. വീട്ടിൽ പണിക്കാരുണ്ട്. പണിക്കാര് പറയും ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളാം. പറ്റൂല, എന്റെ ഭർത്താവിനോടുള്ളത് എന്റെ കടമയാണ്, ഞാനാണത് ചെയ്യുക. നിങ്ങൾ ചെയ്താൽ എന്റെ സേവനമാവുകയില്ല. ആ വിവാഹം പോലും ശരിക്കും പഠിച്ചാൽ അതൊരു പ്രണയ വിവാഹം ഒന്നല്ല. പ്രണയമുണ്ട്, എങ്ങനെ നുബുവത്തിനോടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ കിതാബുകളിൽ കണ്ടെത്താൻ കഴിയും നുബുവത്തിനോടുള്ളൊരു പ്രണയം. അന്ന് മക്കത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരുടെ വന്നുകൊണ്ടൊരു പുരോഹിതൻ പറയുന്നുണ്ട്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് വരാനുള്ള സമയമായിട്ടുണ്ട്, അന്ത്യപ്രവാചകന്റെ മണവാട്ടിയാവാൻ ഒരുങ്ങിക്കോളൂന്ന് മക്കത്തെ പെണ്ണുങ്ങളോട് പറയുമ്പോ അക്കൂട്ടത്തിൽ അന്ന് ഖദീജ ഉണ്ട്. ആളെപ്പോലും അറിയില്ല, അന്ന് മനസ്സിൽ മുട്ടിട്ട പ്രണയമാ ആ അന്ത്യപ്രവാചകനെ സ്വന്തമാക്കാൻ. ആളെ നോക്കിയിട്ടല്ല. പെണ്ണുങ്ങളെ, നിങ്ങളെ ചിരി ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടേ പ്ലീസ്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് തമ്മിൽ കാണാനുള്ള ഭയങ്കര അവസരമാണല്ലോ അല്ലേ. ഫിത്നയും ഫസാദും പറയരുതേ. നല്ലൽക്കാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. സത്യത്തിൽ ആ നുബുവത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോണ്ടായ മനസ്സിലുണ്ടായ ഒരു പ്രണയമാണ്, അതാണ് വിവാഹത്തിലെത്തിയത്. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. ആ കച്ചവട സംഘത്തിൽ
ആളെ ഏൽപ്പിച്ചിരുന്നു ഈ മുഹമ്മദ് എന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടെത്താൻ. ആ ആള് വന്ന് പറയുന്നുണ്ട് മേഘം തണൽ വിരിച്ച സംഭവം. ആ കച്ചവട സംഘം തിരിച്ചെത്തുന്നതിന് മുമ്പ് ഈ വാർത്ത അറിഞ്ഞ് ഒരു കുന്നിൻ മുകളിൽ ഉയരമുള്ള സ്ഥലത്ത് മേഘം തണൽ വിരിക്കുന്ന അത്ഭുതം കാണാൻ കാത്തിരുന്നത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലുണ്ട്. അത് കാണാൻ, ആളെ കാണാനല്ല, ആ മേഘം തണൽ വിരിക്കുന്ന അത്ഭുതം കാണാൻ. അങ്ങനെ മൊട്ടിട്ടൊരു പ്രണയമാണ് വിവാഹാഭ്യർത്ഥനയിലെത്തിയത്. അങ്ങോട്ട് റിക്വസ്റ്റാണ്, കുടുംബവുമായി ആലോചിച്ചതാ. എന്നാണ് ഇന്നത്തെ നിങ്ങൾ വിചാരിക്കുന്ന പ്രണയത്തിന്റെ, ഇന്നിപ്പോ അങ്ങനെയാണ് പലരും. അത് പറഞ്ഞിട്ടാ പ്രണയിക്കല്. ലാ ഹൗല വലാ ഖുവ്വ. എന്നിട്ടാ കുന്നിൻ മുകളിൽ ധ്യാനത്തിൽ കഴിയുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ ചൊല്ലിക്കൊടുക്കുന്നത്. മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. സംഭവം നമുക്കറിയാലോ. അവസാനം ഫഖത്തനി ഒന്ന് ചേർത്ത് പിടിച്ചു, അണച്ചുകൂട്ടി പിടിച്ചു മുസ്തഫ നബി തങ്ങളെ. ശേഷമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ 5 ആയത്തുകൾ ഓതിക്കൊടുക്കുകയാ. ആ 5 ആയത്ത് കിട്ടിയ ശേഷം അത് തിരിച്ചോതിക്കൊടുത്തു. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് താഴെ ഇറങ്ങുകയാ. ആ മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങി സമ്മിലൂനി ഖദീജ സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്തരുമോ ഖദീജ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയതമയുടെ അരികിലേക്ക് വന്ന മുസ്തഫായ നബി തങ്ങളെ മനസ്സിൽ കാണുക. അതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. ആദ്യത്തെ വഹയിന്റെ വരവ് എന്ന് പറഞ്ഞ കിതാബിലൊക്കെ മിഥില സ്വൽസലത്തിൽ ജറസി എന്നൊക്കെ നമ്മൾ ഹദീസിന്റെ കിതാബുകളിൽ നമ്മൾ പലരും അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കുറച്ച് പ്രയാസമുള്ള അനുഭവമാ വഹയിന്റെ വരവ്. എന്നാൽ ആ പ്രയാസത്തെ മറികടക്കാൻ നേരെ ചെന്നത് തന്റെ പ്രിയതമയുടെ അരികിലേക്ക്. സമ്മിലൂനി ഖദീജ, ഒന്ന് പുതപ്പിട്ട് മൂടുമോ ഖദീജ. കുറേ ദിവസം മലന്റെ മുകളിൽ പോയി കുത്തിരിക്കുക. അവസാനം പനി പിടിച്ചിട്ട് ഇറങ്ങി വരിക. എന്നിട്ട് പുതപ്പിട്ട് മൂടിത്തരാൻ പറയുക. നമ്മളെ പെണ്ണുങ്ങളാണ് എന്താ പറയാ, അങ്ങനെ തന്നെ വേണം. ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല, ഇപ്പൊ ചെയ്യണ്ട അല്ലേ. ഖദീജ ബീവി അവിടെ പറയുന്നൊരു ശൈലിയുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ താങ്ങാവണം, തണലാവണം, തുണയാവണം, സഖിയാവണം എന്ന് ഖദീജയിൽ നിന്ന് പഠിക്കാം റളിയല്ലാഹു അൻഹാ. ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല. മുസ്തഫായ നബി തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പോസിറ്റീവായ കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. അങ്ങ് അനാഥകൾക്ക് താങ്ങാകുന്ന ആളാണ്. അങ്ങ് അഗതികളെ സൽക്കരിക്കുന്ന ആളാണ്. അങ്ങ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസം പോലെ ഏറ്റെടുക്കുന്ന ആളാണ്. അങ്ങയെ പടച്ചോൻ കൈവിടൂല, വിഷമിക്കരുതേ. തന്റെ ഭർത്താവിന് താങ്ങാവുകയാ. നമ്മളെ ആണുങ്ങൾ കച്ചവടത്തിൽ ബിസിനസ് കൂടി, 4 ആൾ ഷെയർ ഇട്ട് കൂടിയതാ. കച്ചവടം പൊട്ടി, വീട്ടിലേക്ക് ടെൻഷനിൽ വരിക. ഓള് ചോദിക്കും എന്തേന്ന് മുഖത്തൊരു ടെൻഷൻ, അങ്ങനെ എങ്ങനെ ഉണ്ടായി. അപ്പൊ എന്താ ഓള് പറയാ, അങ്ങനെ തന്നെ വേണം, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ കൂടെ കൂടണ്ട. നമ്മൾ അങ്ങനെയാ. ആ സമയത്ത് ഒരു കുത്തും കൂടി കൊടുക്കൂ. ഇവിടെ താങ്ങാവുകയാണ്, തണലാവുകയാണ്, തുണയാവുകയാണ്. ഖദീജ ബീവി സപ്പോർട്ട് ചെയ്യുകയാ. അങ്ങ് വിഷമിക്കരുത്, അങ്ങയെ പടച്ചോൻ കൈവിടൂല. അങ്ങനെ ഒരു സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, മറ്റുള്ള വിവാഹങ്ങളിലേക്ക് നബി തങ്ങൾ പോയത് മുഴുവൻ ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷം. അത് വലിയൊരു പാടാ. 25 വയസ്സുകാരനായ മുത്തുറസൂൽ 40കാരിയായ ഖദീജയെ വിവാഹം ചെയ്യുന്നു. അതിനു മുമ്പ് 2 വിവാഹം കഴിഞ്ഞ് മക്കളുള്ളവരാ ഖദീജ ബീവി. ആ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയതാ. ആ ഖദീജ ബീവിയാണ് ജീവിതത്തിൽ അന്ന് വിവാഹം കഴിക്കാത്ത മുത്തുനബി ഇണയായി, തുണയായി സ്വീകരിക്കുന്നത്. അവരുടെ നീണ്ട ദാമ്പത്യം, അതിൽ അല്ലാഹു മക്കളെ കൊടുക്കുന്നു, ഫാത്തിമ ഉൾപ്പെടെ. ഫാത്തിമത്തു സഹറ ബത്തൂൽ
റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അറിയണം, എല്ലാ സന്തോഷങ്ങളും അവർക്ക് അനുഭവിക്കാൻ അള്ളാഹു അവസരം നൽകി. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം മറ്റുള്ളവരുടെ നിർബന്ധത്താൽ പിന്നീട് ചില വിവാഹങ്ങളിലേക്ക് വന്നു. അതിനൊക്കെ പിന്നിൽ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുമേ വെറുതെയല്ല. കൂട്ടത്തില് ഒരു കന്യകയായ പെണ്ണിനെ കല്യാണം കഴിച്ചത് ആകെ ആയിഷ ബീവിയെ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹുവിന്റെ മോള. ആ നാലാൾ തമ്മിലുള്ള കണക്ഷൻ ആലോചിച്ച് നോക്കിയേ. സിദ്ദീഖ് തങ്ങളെ മോളെ കല്യാണം കഴിച്ചു ആയിഷാന്, ഉമർ തങ്ങളെ മോളെ കല്യാണം കഴിച്ചു ഹഫ്സാന്, ഉസ്മാൻ തങ്ങൾക്ക് ദുന്നൂറൈൻ എന്നല്ലേ പേര്, ദുന്നൂറൈൻ എന്താ ദുന്നൂറൈൻ, രണ്ട് പ്രകാശം ഒരുമിച്ച് കൂട്ടിയാൽ എന്താ രണ്ട് പ്രകാശം, മുത്തുനബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത് അങ്ങോട്ട് കൊടുത്തുകണ് മരുവന. അലിയാര് തങ്ങളാണെങ്കിലോ ഫാത്തിമയെ കെട്ടിച്ചെടുത്തു മരുവന. ഈ നാലാളും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ആയിഷ ബീവി ആ കൂട്ടത്തിന് മിടുമിടുക്കിയാണ്. പ്രായം കൊണ്ട് ചെറുതാണ്, ബുദ്ധി കൊണ്ട് വലുതാണ്, അനുഭവം കൊണ്ട് അത്ഭുതമായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി എന്ന് ഒരൊറ്റ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, ഖദീജ ബീവിയിൽ നിന്ന്, ആയിഷ ബീവിയിൽ നിന്ന് പ്രിയപ്പെട്ട മുത്തുനബി തങ്ങളുടെ ഹദീസ് 5000-ലധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതൊരു വിജ്ഞാനത്തിന്റെ ബഹറായിരുന്നു. മുത്തുനബി തങ്ങളില്ലാത്ത മദീനയിൽ സഹാബത്ത് എന്ത് സംശയം വന്നാലും അത് തീർക്കാൻ ചെല്ലല് പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്കാണ്, ആയിഷ ബീവിയുടെ അരികിലേക്കാ. ബുദ്ധികൂർമ്മതയിൽ അത്ഭുതമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാനും നബി തങ്ങൾ ഓട്ട മത്സരം നടത്തിയ കഥ. പടച്ചോനെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാ. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ ഓട്ട മത്സരം നടന്നു. ആദ്യത്തെ തവണ ജയിച്ചത് ആയിഷ ബീവിയാ. പിന്നീടൊരിക്കൽ, ഒരു വട്ടല്ല, അപൂർവന്ന് കരുതണ്ട, പിന്നീടൊരിക്കൽ ഓട്ട മത്സരം നടന്നു. അന്ന് ജയിച്ച മുസ്തഫായ നബി തങ്ങളാ. അന്ന് മുസ്തഫായ നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് സന്തോഷം പറയുന്നുണ്ട്, ഇത് അന്നത്തെ പകരാട്ടോ. നിങ്ങൾ ആ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്നേഹമുള്ള ദാമ്പത്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അന്നത്തെ പകരാട്ടോ. അന്ന് ആയിഷ ജയിച്ചില്ലേ, അതിന് പകരം വീട്ടിയതാ. മറ്റൊരു ദിവസം നബി തങ്ങൾ ജയിച്ചു, ആയിഷ തോറ്റു. ആയിഷ ബീവി എന്നെ പറയുന്നുണ്ട്, ഞാന് കക്കരിക്ക ഈത്തപ്പഴൊക്കെ തിന്നിട്ട് തടി കൂടിയിരുന്നു, അതുകൊണ്ട് ഞാൻ തോറ്റുപോയത്. പെണ്ണുങ്ങളാണല്ലോ കാരണം കണ്ടെത്തും. അപ്പൊ മെലിഞ്ഞ പെണ്ണുങ്ങൾക്ക് സന്തോഷ വാർത്ത, മെലിഞ്ഞ പെണ്ണുങ്ങൾക്ക് സന്തോഷ വാർത്ത, കക്കരി ഈത്തപ്പഴം തിന്നാല് തടി വെക്കാൻ. ആവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ തമ്മിലുള്ള ജീവിതം വല്ലാത്ത സന്തോഷകരമായിരുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം സംഭവങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഈ സമൂഹത്തിന് സമ്മാനിച്ചത്. ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു. ഇന്നത്തെ റൊമാൻറ്റിക് സ്റ്റൈലിലുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു മുത്തുനബിയും ആയിഷ ബീവിയും തമ്മിൽ. എല്ലാരും അങ്ങനെ തന്നെ, അത് തുറന്നു പറഞ്ഞ ആള് ആയിഷ ബീവി എന്ന് മാത്രം. റൊമാൻറ്റിക് ആയിട്ട് ജീവിക്കുക ആരാണ് ആഗ്രഹിക്കാത്തത്? അല്പം റൊമാൻറ്റിക് ആവണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ? നമ്മളൊക്കെ തിരക്കുള്ളവരാ. എല്ലാ തിരക്കും മാറ്റിവെക്കണം. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യക്ക് ഭർത്താവായി നിൽക്കണം, ഭർത്താവിന് ഭാര്യയായി നിൽക്കണം വീട്ടിലുള്ളവർ. അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവങ്ങളുടെ പറുദീസയാവണം നമ്മുടെ വീട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ കാലം എന്ന് പറഞ്ഞാൽ വലിയ ഭാര്യമാരുമായിട്ടൊക്കെ വലിയ അന്തരമുള്ള ഒരു കാല. മെൻസസ് ഉള്ള സമയത്ത് അന്നത്തെ പെണ്ണുങ്ങൾ ഉപയോഗിച്ച പാത്രം പോലും ആണുങ്ങൾ ഉപയോഗിക്കൂല, അങ്ങനത്തെ ഒരു കാല. ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത് വെള്ളം കുടിച്ചു.
നബി തങ്ങൾ വെള്ളം കുടിക്കാൻ പാത്രം ആവശ്യപ്പെട്ടു. ഞാൻ കൊടുക്കാൻ മടിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതെന്നെ ഞാൻ ചോദിച്ച ആ പാത്രം വേണമെന്ന്. അതേ പാത്രം ചോദിച്ചു വാങ്ങി. എന്നിട്ട് മുസ്തഫായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ചുണ്ട് വെച്ചത്, ഇത് നിങ്ങൾ എവിടെയാ ചുണ്ട് വെച്ചത്? എന്തിനാ? ആ ഭാഗം ഒഴിവാക്കിയിട്ട് മറ്റേ ഭാഗം കുടിക്കാനല്ല, അതേ ചുണ്ട് വെച്ച ഭാഗം തന്റെ ചുണ്ടിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് വെള്ളം കുടിച്ചു ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാവണം ഭാര്യയും ഭർത്താവും? അവിടെ പഠിക്കണം നമ്മൾ. ഇതൊരു കുടുംബ സദസ്സു കൂടിയാണ്. എല്ലാവരും കുടുംബമായി ജീവിക്കുന്നവരാ. വീട്ടിന്റെ അകത്ത് ഇത്തരത്തിലുള്ള നന്മകൾ കെട്ടിപ്പടുക്കണം. ഇത് ആണുങ്ങൾ ഒരു സമയത്ത് വയ്ക്കുക, പെണ്ണുങ്ങൾ വേറെ എപ്പോഴോ വയ്ക്കുക, അങ്ങനൊന്നുമല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു പ്ലേറ്റിന് ഭക്ഷണം കഴിക്കുക. എന്ത് റാഹത്തായിരിക്കും. അന്ന് നബി തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് അതാ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മകളെ കാണാൻ വരുന്നു. മകളുടെ മുഖത്തൊരു മ്ലാനത, ഒരു ഉഷാറില്ല. മോളെ കണ്ടപ്പോ ഒരു റാഹത്തില്ല. ബാപ്പ ചോദിക്കുക, മോളെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് സങ്കടമാകും, അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല. ഒന്നും മിണ്ടിയില്ല. ബുർദന്റെ ആൾക്കാരെത്തിയിട്ടുണ്ട്. ഇഷ്ക് മജ്ലിസിന്റെ ഇന്നത്തെ സദസ്സ് ഇൻഷാ അല്ലാഹ് ഒരു പ്രത്യേകമായ തലത്തിലേക്ക് ഇന്ന് രാത്രിയിൽ അല്പസമയം കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുക. 5 മിനിറ്റ് കൂടിയാണ് എനിക്ക് ബാക്കിയുള്ളത്. ഇഷ്ക് മജ്ലിസിലേക്ക് പോവുകയാണ്. ഉള്ളിൽ ഹബീബ് ഇങ്ങനെ തെളിഞ്ഞു വരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഈ രാത്രി അതിനുള്ളതാണ്. ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ചില പാട്ടും പരിപാടിയൊക്കെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതും അതിൻ്റെ ഇടയിൽ നടക്കും. ആ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് ബൈക്കിലും മറ്റൊക്കെ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ഈ സദസ്സിലോട്ട് കടന്നുവാ. ഈ സദസ്സ് റാഹത്തായാൽ അത്രയും സന്തോഷം. ഭക്ഷണമൊക്കെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ ഇന്ന് തിരികെ പോവുക. ഭയങ്കര സന്തോഷമുള്ള ഒരു മദതുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ ജീവിതത്തിൽ ഹബീബായ തിരുത്വാഹ തങ്ങളെ നമ്മൾ ചേർത്തു വെക്കണം. കഷ്ടപ്പാടിൽ ജീവിച്ചിട്ടുണ്ട്. ഉമർ തങ്ങൾ വന്നു ഹഫ്സയോട് ചോദിച്ചു, ഹഫ്സ നീ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ല, പക്ഷെ കഴിച്ചിട്ടില്ല. സംശയം തോന്നിയ പിതാവ് വീട്ടിന്റെ അകത്ത് കടന്നു. മോളെ വീട്ടിലാണ്, ആരാന്റെ പുരയെ പോയി അടുക്കളയൊക്കെ പോണ്ട. അപ്പൊ അങ്ങനെ ഉണ്ട്, ചങ്ങായിമാര് വന്നിട്ട് ഒറ്റ പോക്ക അടുക്കളയിൽ പോയിട്ട്. എന്ത് സ്നേഹാന്നറിയോ? അതൊന്നും സ്നേഹമല്ല. ആള് വന്നാൽ വീട്ടിൽ കയറേണ്ട ഒരു മര്യാദയുണ്ട്. അത് മിഅ്റാജിന്റെ യാത്രയിൽ ഹബീബിന്റെ കൂടെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേ? ജിബ്രീൽ അലൈഹി എല്ലാം സംവിധാനം സെറ്റ്. ആകാശലോകത്ത് മുഴുവൻ ഓരോ ആകാശത്തിലും അള്ളാഹു പ്രത്യേകം മലക്കുകളെയും പ്രവാചകന്മാരെയും സ്വീകരിക്കാൻ നിർത്തിയിട്ടുണ്ട്. എന്നാലും ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ആകാശത്തിന്റെ വാതിലിലെത്തും, മുട്ടും. അകത്തുനിന്ന് ചോദ്യം, ആരാ? അന ജിബ്രീൽ വമഈ റസൂലുള്ളാഹ്. ഞാൻ ജിബ്രീല, എന്റെ കൂടെ മുത്തുനബിയുണ്ട്. വാതിൽ തുറക്കും, മർഹബ പാടും, അകത്ത് കടക്കും. എന്നാ ഫോൺ ചെയ്താല് ആരാന്ന് വേഗം പറയണം. ഇത് സ്വീപ്പാക്കല. ഹലോ ആരാന്ന് ആലോചിച്ച് നോക്കുന്ന സമയ ഇന്നാള് എന്ന് പറയണം എന്നല്ലാണ്ട് ആളിട്ട് വട്ടം കറക്കുക. അതൊന്ന് രസാണ്. അതൊന്നും രസമായി കരുതരുത്. വീട്ടിൽ വന്ന ബെല്ലടി, കോളിംഗ് ബെല്ലടിക്കുക. അതിനൊണ്ടൊരു മര്യാദ. മക്കളൊക്കെ ഉറങ്ങുന്നുണ്ടാവും, സ്വീപ്പാക്കരുത്. ഒരു മര്യാദയിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. തോന്നിയ പോലെയാവരുത്. നമ്മുടെ ജീവിതത്തിലൊരു കൃത്യതയുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉമർ തങ്ങൾ വീട്ടിലെത്തി. അടുക്കളയിൽ പോയി നോക്കിയപ്പോ അടുപ്പ് കത്തിയിട്ട് ദിവസങ്ങളായി. അടുപ്പ് കണ്ടാ തിരിയും, ഇന്നത്തെ പോലല്ല. ഇന്ന് പിന്നെ കറണ്ടിന്റെ അടുപ്പാണ്, ഒന്നും തിരിയില്ല. ഗ്യാസ്, കറണ്ട്, വിവിധ സംവിധാനങ്ങൾ. ഇന്ന് മറ്റേ അടുപ്പ് തൊട്ടുവെക്കൽ പോലുമില്ല. എന്നാലും ബർക്കത്തിന് ഉണ്ടാക്കലുണ്ട്, അല്ലേ? ചിമ്മിണിയും അടുപ്പൊക്കെ ഉണ്ടാക്കലാണ്. അതാരും ഉപയോഗിക്കാറില്ല. ഉമർ തങ്ങളതാ അടച്ചു വെച്ച പാത്രങ്ങളൊക്കെ ഉയർത്തി നോക്കുന്നു. ഒന്നിലും ഭക്ഷണമില്ല. ഒരു പാത്രത്തിന്റെ അകത്ത് ഉണങ്ങിയ റൊട്ടി കഷ്ണം ലഭിച്ചു. ഒരു റൊട്ടി കഷ്ണം എന്നോ ഉണ്ടാക്കിയതാ. അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഹബീബായ തങ്ങൾ അന്ന് ആ വീട്ടിലേക്കാണ് വരിക.
തങ്ങൾക്ക് കൊടുക്കാൻ എന്നോ കിട്ടിയ ഒരു ഉണങ്ങിയ റൊട്ടി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക പ്രിയതമ, അത് നനച്ചു കൊടുക്കാൻ എഴുതിയിട്ട. മുസ്തഫ നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ. സങ്കടം തോന്നിയ ഉമർ തങ്ങൾ ആ ഉണങ്ങിയ റൊട്ടി കഷ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ മുൻവശത്തേക്ക് വന്നപ്പോ അതാ വരുന്നു ത്വാഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരം ധൈര്യശാലിയാണ്, വില്ലാളി വീരനാണ് ഉമർ തങ്ങള്. പക്ഷേ ഈ രംഗം താങ്ങാൻ കഴിയാതെ കണ്ണുനീര് വന്നു. മുസ്തഫ നബി തങ്ങള് എൻ്റെ മോളെടുത്തേക്ക് വരുന്ന ദിവസം ഭക്ഷണം കൊടുക്കാൻ ഒന്നും ഈ വീട്ടിലില്ലല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞുപോയ സമയം ത്വാഹ തങ്ങൾ കേറി വരിക. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട, വേഗം കാര്യം മനസ്സിലായി. ഉമറേ, മറ്റുള്ളവർക്ക് ദുനിയാവും അതിന്റെ സൗകര്യങ്ങളുമാണ് വലുത്, നമുക്ക് ആഖിറമാണ്. നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്. നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഇവിടത്തെ ജീവിതത്തിലല്ല, വരാൻ പോകുന്ന ആഖിറ ലോകത്തെ ജീവിതത്തിലാണ് നമുക്കുള്ള സുഖങ്ങളും നമുക്കുള്ള സന്തോഷങ്ങളും എന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷാ ബീവിയെ പിന്നീട് ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചൊരു കഥ ഉണ്ട്, നമ്മൾ പറയുന്നില്ല. അന്ന് വിലപിച്ചു പോയിട്ടുണ്ട്. എൻ്റെ മുത്തുനബി തങ്ങൾക്ക് ഇങ്ങനെയൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൽ അവസരമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ. നമ്മൾ ഇന്നത്ര സുഖത്തിലാ, നാം ഇന്നത്ര സൗകര്യത്തിലാ. എത്ര ഭക്ഷണമാ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുപോയി തട്ടിക്കളയുന്നത്, മനസ്സിലൊരു വേദനയുമില്ല. ഫലസ്തീന്റെ ഗസയിൽ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ മെലിഞ്ഞൊട്ടിയ ശരീരവുമായി എത്ര മനുഷ്യരാ മരണത്തിന് കീഴ്പ്പെടുന്നത്, നമുക്കതിൽ സങ്കടമില്ല. നമുക്ക് പെപ്സിയും കൊക്കക്കോള ഇല്ലാണ്ട് ചോറിറങ്ങൂല. അവരെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ലോക സമൂഹമേ നാം തയ്യാറാവണം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ മിക്കതും അവരുടെ ഉൽപ്പന്നങ്ങളാണ്, ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടെങ്കിലും നമുക്ക് ആ ഫലസ്തീന്റെ മക്കളോട് ഒരു സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ, വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പലതും സോപ്പും പൊടി പോലും പലതും അവരുടെ ഉൽപ്പന്നങ്ങളാണ്. ഉപയോഗിക്കുന്ന സോപ്പ് പലതും അവരുടെ ഉൽപ്പന്നങ്ങളാണ്. ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അത് വാങ്ങാതിരുന്നു കൊണ്ടെങ്കിലും ഈ ഫലസ്തീന്റെ മക്കളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഇസ്രയേലിനെതിരെ അവരെ സഹായിക്കുന്ന അമേരിക്കയുടെ വിഭവങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഫലസ്തീനോട്, ഗസയോട് ഒരു മാനസികമായ അടുപ്പം നമ്മൾ ഉണ്ടാക്കണം. അല്ലാഹു മുൻസിരിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ഫി ഫിലസ്തീൻ വൽ ഗസ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉപസംഹരിക്കുകയാ. എനിക്ക് നൽകപ്പെട്ട സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ, അതുപോലെ ഇഷ്ക് മജ്ലിസ്, അതിനൊക്കെ വഴിമാറുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകണം. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വേർപിരിയണം. അതിനു മുമ്പ് ഏറ്റവും വലിയ മോഹമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് പരിശുദ്ധ മദീനയിൽ എത്തണം. മനസ്സുകൊണ്ട് എന്നും മദീനത്ത് പോകണം, ശരീരം കൊണ്ടും മദീനയിൽ എത്തണം. മക്കൾക്ക് ഉപ്പമാര് കൊടുക്കുന്ന സമ്മാനം മൊബൈൽ വാങ്ങിക്കൊടുക്കലല്ല, ബൈക്ക് വാങ്ങിക്കൊടുക്കലല്ല, കാറ് വാങ്ങിക്കൊടുക്കലല്ല, വലിയ വീടുണ്ടാക്കിയിട്ട് വലിയ ബെഡ്റൂമും AC-യും വെച്ച് കൊടുക്കലല്ല. ആ മക്കളെയും കൂട്ടി മദീനയിൽ ഹബീബിന്റെ ചാരയെത്തി ഹബീബിന്റെ ആ റൗളയൊന്ന് കാണിച്ചു കൊടുക്കണം ഉപ്പമാരെ. അതിനാവണം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത്. മദീനയിൽ പോകാത്തവരുണ്ട്, ഹജ്ജ് ചെയ്യാത്തവരുണ്ട്, ഉംറ ചെയ്യാത്തവരുണ്ട്. ചോദിച്ചാ പറയാ, വിളി വരണ്ടേ, വിളി വന്നാലല്ലേ പോകുക. ആ പൊരക്കങ്ങനെ ഇരുന്നോ, അണ്ട് ഇബ്രാഹിം നബി വന്നിട്ട് വിളിക്കും, വാതിലിന് മുട്ടിയിട്ട് വാ പോര്, ഹജ്ജിന് പോര് വിളിക്കും, കാത്തിരുന്നോ. നല്ല വർത്താന. നമുക്കൊരു ആഗ്രഹം വേണം, എനിക്ക് ഹജ്ജിനെത്തണം, എനിക്ക് ഉംറ ചെയ്യണം, എനിക്ക് മദീനയിൽ എൻ്റെ ഹബീബിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം. നമ്മുടെ കൊതിയാവണം. അപ്പൊ വഴി അല്ലാഹു തുറന്നു തരും. ഒരു വട്ടം പോയാൽ പിന്നെ പോയിക്കോളും. ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്തിനെ നാം ചെലവഴിക്കേണ്ടത് മദീന കാണാൻ,
ഹബീബിന്റെ അരികിലെത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. സമ്പത്തിൽ നമ്മൾ നീക്കി വെക്കേണ്ടത് മദീനത്ത് പോകാൻ, കുടുംബത്തെയും കൊണ്ട് മദീനയിൽ പോകാൻ സമ്പത്ത് നീക്കി വെക്കണം. അതാ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള നാടുകളിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ ഒരു ഇഷ്ടം പോലെ. ഉസ്താമാർക്കറിയാം, ഉംറയ്ക്ക് ചെന്ന അവരിങ്ങനെ പടപടയായിട്ട് വരും. സംഭവം എന്താ? കല്യാണം കഴിക്കാനുള്ള വലിയ യോഗ്യത എത്ര ഉംറ ചെയ്തു, എത്ര ഹജ്ജ് ചെയ്തു എന്നുള്ള അതിനനുസരിച്ചാ പുതിയ പിള്ളേരെ കിട്ടുക. മാഷാ അല്ലാഹ്. നമുക്കിവിടെ CA പഠിച്ചോ മറ്റേ പഠിച്ചോ എന്നല്ലേ, എത്ര ഉംറ ചെയ്തു എന്നാ ചോദിക്കുക. ഉംറ ചെയ്ത എണ്ണത്തിനനുസരിച്ചാ പുതിയ പിള്ളേരെ കിട്ടുക, പെണ്ണുങ്ങളെ കിട്ടുക. ഒന്ന് ജീവിതത്തിൽ കൊതിക്കൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കയ്യിലുള്ള ഐഫോണിന്റെ വില 1.5 ലക്ഷം. ഇന്ന് വരെ മദീനത്ത് പോയോ? ഇല്ല. എടാ നഷ്ടമാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമാ. അതുകൊണ്ട് തിരിച്ചറിയുക, വലിയ ഫോണ് വേണ്ട, ചെറിയ ഫോണ് മതി. ആ പണം ഞാൻ ഉപയോഗിക്കുന്നു മദീനയിലെത്താൻ. ജീവിതത്തിൽ മാറ്റം വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ കൊതിച്ച് മദീനയിൽ പോകുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. ഹബീബിനെ വിചാരിച്ച് താടി വെച്ച ചെറുപ്പക്കാരെ എനിക്കറിയാം. സിനിമയിൽ ഡാഷ് 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 നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല ഫാൻസ് അസോസിയേഷനാ. ആരും പേര് പറഞ്ഞൂടാ, കാരണം മറ്റേ ഫാൻസ് ആയിരിക്കുമ്പോഴുണ്ടാവുക. എടാ അവര് താടി വെക്കുന്നത് കണ്ട് നീ താടി വെക്കണ്ട. കളിക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഏതോ ചങ്ങായി വരുന്നുണ്ടോ നമ്മളെ കേരളത്തിൽ കളിക്കാൻ, ഭയങ്കര ആവേശ. ഫലസ്തീനെ ഗസക്കെതിരെ വോട്ട് ചെയ്തവരാണ് ആ നാട്ടുകാർ എന്ന് ഐക്യരാഷ്ട്ര സഭയിൽ വോട്ട് ചെയ്തവരുടെ പട്ടിക എടുത്തു നോക്ക്. ലോകം മുഴുവൻ ഗസക്ക് വേണ്ടി നിന്നപ്പോ അതിനെതിരായി അമേരിക്കയുടെ കൂടെ വോട്ട് ചെയ്തവരാണ് നമ്മൾ. ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷനായി കൊണ്ടു നടക്കുന്ന കളിക്കാരുടെ പലരുടെയും രാജ്യക്കാർ. പുനർവിചിന്തനം അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് സംസാരം ഞാൻ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ റബ്ബേ, അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഒത്തുചേരൽ നീ സ്വീകരിക്കണമേ അല്ലാഹ്. പടച്ചോനെ, ഈ വലിയ നന്മയുള്ള മജ്ലിസിലേക്ക് പല നിലക്കുള്ള സംഭാവനകൾ നൽകിയവരുണ്ട്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉസ്താദുമാരെ സന്തോഷിപ്പിച്ചവരുണ്ട്, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയ മുഴുവൻ രക്ഷിതാക്കൾക്കും, ഇതിന് അവസരമൊരുക്കിയ കമ്മിറ്റി ഭാരവാഹികൾക്കും, ഇതിന് മുന്നിൽ നടന്ന, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾ 200ഓളം മക്കൾ പഠിക്കുന്ന സ്ഥാപനമാ. പടച്ചോനെ, ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ രക്ഷിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാട് ബറക്കത്തുള്ള നാടാക്കണേ അല്ലാഹ്. റഹ്മത്തുള്ള വീടുകളാക്കണേ അല്ലാഹ്. ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഈ ഉമ്മത്തിന്റെ ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ, പാണക്കാട്ട സാദാത്യങ്ങളുടെ കീഴിൽ ഒരുമിച്ച് ഇതുവരെ മുന്നോട്ട് പോയതുപോലെ ഇനിയും ഒത്തൊരുമയോടെ ഒരു തസ്ബീഹുമാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. പ്രവാസികളായ സഹോദരങ്ങൾ, ലൈവായി ഈ പരിപാടി വീക്ഷിച്ചവർ, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇനി കാണുന്നവർ, അവർക്കൊക്കെയും നീ ഖൈർ നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാവരും പറഞ്ഞേ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും അനുഭവപ്പെട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും ദുആ ചെയ്യുമ്പോൾ ഈ വിനീതനെ ചേർക്കണമെന്നും അപേക്ഷിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.